ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. അതിൽ നമ്മൾ ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങാം. ചൈന ഡോളറിനെതിരെയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചൈനയുടെ ബാങ്കുകൾക്കെല്ലാം ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഇനി US ഡോളർ കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇനി ബോണ്ട് പർച്ചേസിങ് ചെയ്യേണ്ട ആവശ്യമില്ല, US ബോണ്ട്, ട്രഷറി ബോണ്ട് പർച്ചേസ് ചെയ്യേണ്ട, കംപ്ലീറ്റ് വിറ്റൊഴിവാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒഫീഷ്യലി ഇൻഫർമേഷൻ അവർ പാസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനെ കൃത്യമായിട്ട് ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിങ് പിങ് പുള്ളിക്കാരൻ ഒരു ട്വീറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അതായത് ഡോളർ ലിക്വിഡൈസേഷൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ചൈന വിറ്റഴിക്കുന്നതുകൊണ്ട് തന്നെ ഇത് മറ്റൊരു രാജ്യം ഇതിനെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. അത് ബെൽജിയമാണ്. ബെൽജിയം ഈ ബോണ്ട് ഇപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അമേരിക്കയ്ക്ക് ഇതൊരു തിരിച്ചടിയാണോ എന്ന് ചോദിച്ചാൽ അമേരിക്കയ്ക്ക് തിരിച്ചടി തന്നെയാണ്, ഇല്ല എന്നില്ല. കാരണം കഴിഞ്ഞ ഒരു 15-20 വർഷം കൊണ്ട് ഡോളറിൻ്റെയും അതേപോലെ ചൈനീസ് യുവാൻ കറൻസിയുടെയും പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ ഡോളറിൻ്റെ പെർഫോമൻസിനേക്കാളും മികച്ച പെർഫോമൻസ് ആണ് ചൈനീസ് യുവാൻ കാഴ്ചവെച്ചിരിക്കുന്നത്. അതായത് 2014-15 ഏതാണ്ട് 7.50 എന്നുള്ള നിലയിൽ തുടർന്നിരുന്ന യുവാൻ, ഡോളറിനെതിരെയുള്ള യുവാൻ്റെ മൂല്യം, ചൈനീസ് യുവാൻ്റെ മൂല്യം ഉയർന്ന് 6.9 എന്നുള്ള നിലയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതായത് ചൈനീസ് കറൻസി വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഇപ്പം നിലവിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന ഏറ്റവും കൂടുതൽ ഗോൾഡിലേക്കാണ് അവരുടെ നിക്ഷേപം മാറ്റുന്നത്. ഇത് മാത്രമല്ല, ഈ ബ്രിക്സ് രാജ്യങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് ഡോളറിനെതിരെ തന്നെയാണ് അവരുടെ നിലപാട്, ഇൻക്ലൂഡിങ് ഇന്ത്യ ഉൾപ്പെടെ. ഇന്ത്യ ആണെങ്കിൽ മൾട്ടിപ്പിൾ കറൻസി ട്രാൻസാക്ഷൻ എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്നാലും അത് ഡോളറിനെതിരെ തന്നെയാണ് ഒരു വിധത്തിൽ. പക്ഷേ ചൈന, റഷ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ തികച്ചും ബ്രിക്സ് കറൻസി തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ്. അപ്പോൾ ഡോളറിന് തുരങ്കം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ചൈന. ജപ്പാനിൽ സനൈ തക്കൈച്ചി അവർ വീണ്ടും ജപ്പാൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി അവർക്ക് അപ്രിസിയേഷൻ നോട്ട് അയച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ഇന്ത്യയും ജപ്പാനും തമ്മിൽ ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ച് നിർത്തിയിരുന്ന പല കരാറുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ശക്തമായ രീതിയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഒരേ മനസ്സോടുകൂടി സഞ്ചരിക്കണം എന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. US-ന്റെ ട്രഷറിയിൽ 40% ബോണ്ട് കീപ്പ് ചെയ്യുന്നത് ജപ്പാനാണ്. 1.1 ട്രില്യൺ ആണ് അവർ കീപ്പ് ചെയ്യുന്നത്. അവരാണ് നമ്പർ 1. പിന്നെ അത് കഴിഞ്ഞിട്ട് UK ആണ്. ഇപ്പം ചൈനയുടെ ആ ഒരു പൊസിഷനൊക്കെ വിട്ടൊഴിഞ്ഞ് അവർ ഡോളർ വിറ്റൊഴിവാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതിൽ ഇപ്പം പല രാജ്യങ്ങളും ആ ലിസ്റ്റിൽ ഇപ്പം മുന്നോട്ട് വരുന്നുണ്ട്. തായ്വാനും അമേരിക്കയും തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം, ചെറിയ വ്യത്യാസമൊന്നുമില്ല, വലിയ വ്യത്യാസമാണ്. കാരണം 250 ബില്യൺ അമേരിക്കയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് TSMC എന്ന് പറഞ്ഞ അവരുടെ ചിപ്പ് മാനുഫാക്ചറിങ് കമ്പനിയുടെ മാനുഫാക്ചറിങ് അമേരിക്കയിൽ തുടങ്ങണമെന്ന നിർദ്ദേശത്തിലാണ് തായ്വാന് 100% താരിഫ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും ട്രംപ് പിന്മാറിക്കൊണ്ട് അവരുടെ താരിഫ് കുറച്ച് കൊടുത്തത്. ഇപ്പോൾ തായ്വാൻ ഇപ്പം പോയി അമേരിക്ക എടുത്ത് പറഞ്ഞിരിക്കുന്നത് 250 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇപ്പോൾ പറ്റില്ല, ചിപ്പ് മാനുഫാക്ചറിങ്ങിലും അതുപോലെ തന്നെ സപ്ലൈ ചെയിനിലും ഒരു ഇഷ്യൂ ഉണ്ടാവും ഞങ്ങൾക്ക്, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ ട്രംപ് ഇതിൻ്റെ മറുപടി എന്ത് പറയുമെന്ന് അറിയില്ല. അതാണ് ഇപ്പോൾ നിലവിലെ അവസ്ഥ. വീണ്ടും താരിഫ് ഉയർത്താനുള്ള സാധ്യതയുണ്ട്. ഇന്ത്യ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാക്കിക്കൊണ്ട് ഇന്ത്യ പർച്ചേസ് ചെയ്യാമെന്നുള്ള നിലയിലുള്ള ഒരു പ്രപ്പോസൽ വെച്ചുകൊണ്ടാണ് ട്രേഡ് ഡീൽ നടപ്പിലാക്കിയിരിക്കുന്നത്. അതായത് നമ്മൾ അമേരിക്കയുടെ ഉള്ളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, പക്ഷേ പകരം നമ്മൾ പർച്ചേസ് ചെയ്യും. 500 ബില്യൺ US ഡോളർ വർത്ത് വരുന്ന പർച്ചേസ് 5 വർഷം കൊണ്ട് നമ്മൾ ചെയ്യും. പെർ ഇയർ $100 ബില്യൺ. ആ രീതിയിലാണ് ഇന്ത്യ കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നത്. അതിനെ തുടർന്ന് ഇപ്പോൾ പലരും ഇൻവെസ്റ്റ്മെൻറ്റ് നോട്ടീസ് കിട്ടിയ പലരും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ഒരു അഭിപ്രായമായിട്ട് വന്നിരിക്കുകയാണ്. അത് പ്രാക്ടിക്കലി എത്രമാത്രം പോസിബിൾ ആണ്? ഇതിനു മുമ്പ് ഇമാതിരിപ്പെട്ട വാഗ്ദാനങ്ങൾ കൊടുത്ത് കുറഞ്ഞ താരിഫ് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് ആലോചിക്കണമായിരുന്നു. ഇപ്പം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ട്രംപിൻ്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വീണ്ടും താരിഫ് അങ്ങ് കുത്തനെ കൂട്ടും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും അമേരിക്കയുടെ ഉള്ളിൽ ഒരു അൺസർട്ടനിറ്റി, ഡോളറിനെതിരെയുള്ള ഒരു അൺസർട്ടനിറ്റി തുടർന്ന് ഹൈ പീക്കിൽ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ട്രംപിൻ്റെ ഭരണകാലത്ത് തന്നെയാണ് ഇത്രമാത്രം അൺസർട്ടനിറ്റി ഈ ഡോളർ വിഷയത്തിൽ ഉണ്ടാകുന്നത്. 2026 തുടങ്ങിയിട്ട് ഇപ്പോൾ ഫെബ്രുവരി മാസം ആകുന്നേ ഉള്ളൂ. ഇനി ഉടനീളം ബാക്കി കിടക്കുന്ന 10 മാസങ്ങളും അമേരിക്കയും ചൈനയും തമ്മിൽ നല്ല രീതിയിലുള്ള പോരിനുള്ള സാധ്യത ഒരുങ്ങുന്നുണ്ട്. അത് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇറാനെ അമേരിക്ക ആക്രമിക്കാൻ തയ്യാറായിരിക്കുന്ന സാഹചര്യത്തിൽ, ആക്രമിക്കാൻ എന്ന് നമുക്ക് പറയാം. കാരണം കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നിലപാട് അപ്പാടെ മാറ്റിയിരിക്കുകയാണ്. ഇനിയൊരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള നിലപാടാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ ആഴ്ച ഒമാനിൽ ചർച്ച നടത്തി പിരിഞ്ഞപ്പോൾ പറഞ്ഞത് നെക്സ്റ്റ് വീക്ക് അടുത്ത സിറ്റിംഗിൽ വരാം എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ അടുത്ത സിറ്റിങ്ങിനെ വരുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നൊക്കെ ഇറാൻ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചിയുടെ കംപ്ലീറ്റ് ടോൺ തന്നെ മാറിയിരിക്കുകയാണ്. അവർ ശക്തമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. ആ ശക്തമായ നിലപാടെന്ന് പറഞ്ഞാൽ ഇറാൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കും. ഞങ്ങളുടെ മേളിൽ അധികാരം സ്ഥാപിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞങ്ങളെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു അടിമയെ പോലെ ഉത്തരവിട്ട് കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് US സ്വപ്നം കാണണ്ട എന്നാണ് ഇന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റുകൾ പുറത്തു വരുന്നത്. ഇത് ഇറാനിൽ ശരിക്കും പറഞ്ഞാൽ പ്രതിഷേധങ്ങൾ മാത്രമല്ല, ഇറാൻ വരുന്ന 11-ാം തീയതി, സെപ്റ്റംബർ 11-ാം തീയതി ആയത്തുൽ അലി ഖമനേയി സോളിഡാരിറ്റി പ്രൊട്ടസ്റ്റ് വിളിച്ചിരിക്കുകയാണ്.
സോളിഡാരിറ്റി പ്രൊട്ടസ്റ്റ്. ഇപ്പം ആയത്തുൽ ഖമനി ഇപ്പം വീണ്ടും ഒളിവിൽ പോയിരിക്കുകയാണ്, വീണ്ടും ബങ്കറിനുള്ളിൽ കയറിയിരിക്കുകയാണ്. കാരണം സിറ്റുവേഷൻസ് പന്തിയല്ല, കാര്യങ്ങൾ അത്ര വെടിപ്പായിട്ടല്ല നടക്കുന്നത്. ഏത് നേരത്തും US-ന്റെ ആക്രമണം ഉണ്ടാവാം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ട്. അതിനെ തുടർന്നാണ് ബങ്കറിനുള്ളിൽ പോയിരിക്കുന്നത്. അവരുടെ IRGC-യുടെ എയർഫോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു സെലിബ്രേഷനിൽ കഴിഞ്ഞ 10-30 വർഷങ്ങളായിട്ട് ആയത്തുൽ ഖമനി മുടങ്ങാതെ പങ്കെടുക്കുന്നുണ്ട്. അതിൽ ഇത്തവണ അയാൾ മുടക്കം വരുത്തിയിരിക്കുകയാണ്. ഇത്തവണ ആ സെലിബ്രേഷനിൽ പുള്ളിക്കാരൻ പങ്കെടുത്തിട്ടില്ല, അതായത് ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരുടെ പ്രസ്താവനകളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അമേരിക്കയ്ക്കെതിരെ തന്നെയാണ് പ്രസ്താവന പുറപ്പെടുവിക്കുന്നത്. അമേരിക്കയുടെ വാക്ക് കേട്ടുകൊണ്ട് ഞങ്ങൾ ഒരിക്കലും യുറേനിയം എൻറിച്ച്മെന്റ് നിർത്താനോ അല്ലെങ്കിൽ ഞങ്ങളുടെ മിസൈൽ പരീക്ഷണം ഒഴിവാക്കാനോ ഒരിക്കലും ഞങ്ങൾ തയ്യാറാവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് ചർച്ചയ്ക്ക് വരണമെങ്കിൽ പോലും നിങ്ങൾ ഞങ്ങളുടെ മേലുള്ള സാങ്ഷൻസ് എടുത്ത് മാറ്റുക, ഞങ്ങളുടെ മേലുള്ള ഉപരോധം, ആ ഉപരോധങ്ങൾ കംപ്ലീറ്റ് നീക്കം ചെയ്തിട്ട് നമുക്ക് ചർച്ച നടത്താമെന്നാണ് ഇപ്പം ലാസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഇത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അമേരിക്കയുടെ സൈഡിൽ നമ്മൾ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അമേരിക്കയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ മിഡിൽ ഈസ്റ്റിലേക്ക് മാത്രമല്ല മറ്റു പല ഏരിയകളിലും ഇപ്പോൾ ഡംപ് ചെയ്യാണ്. അതായത് അസർബൈജാൻ, അർമേനിയ 2 രാജ്യങ്ങളിലും അമേരിക്കയുടെ ആയുധങ്ങളുമായിട്ട് C-17 എയർക്രാഫ്റ്റ് പോയിട്ടുണ്ട്. അവർ കൂടുതൽ രാജ്യങ്ങളെ, ഇറാനുമായിട്ട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കൂടുതൽ രാജ്യങ്ങളെ ഇവരെ അണിനിരത്തുകയാണ്. ഇതിനിപ്പോൾ അസർബൈജാൻ സമ്മതിക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല, പക്ഷേ സാധനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. അസർബൈജാനും അർമേനിയയും 2 രാജ്യങ്ങളിലും അമേരിക്ക കൃത്യമായിട്ട് വെപ്പൺസ് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതായത് മിഡിൽ ഈസ്റ്റ് മാത്രമല്ല മറ്റു പല ഏരിയകളിലും ഇറാനെ ചുറ്റിപ്പറ്റി കിടക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഇവർ വളയാണ് അമേരിക്ക. അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ന് C-17 മൂവ്മെന്റ്സ് കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റഡാർ മാപ്പിൽ ഇങ്ങനെയാണ് മാപ്പ് പറയുന്നത്. അർമേനിയ അസർബൈജാനിൽ ഇറക്കിയിട്ടുണ്ട്, അതേപോലെ തുർക്ക്മെനിസ്ഥാനിലും 2 ഷട്ടിൽ ഇറക്കിയിട്ടുണ്ട്. തുർക്ക്മെനിസ്ഥാൻ, ഖത്തറിലെ അൽ ഉദൈദ് എയർബേസിൽ ബോംബർ വിമാനങ്ങൾ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഹെവി ബോംബർ വിമാനങ്ങൾ, ഈവൻ ന്യൂക്ലിയർ ബോംബർ വിമാനങ്ങൾ വരെ ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതാണ് നിലവിലെ സാഹചര്യം. B-52 ഒക്കെ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിന്റെ പരീക്ഷണ പറക്കലൊക്കെ നടത്തി അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ സ്പെയിനിലും, യൂറോപ്യൻ മേഖലയിൽ സ്പെയിനിലും അവർ സപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ ഇറക്കി വെച്ചിട്ടുണ്ട്. അത് ഇത്തവണത്തെ ആക്രമണം കരുതി കൂട്ടി വളരെ പ്രിസൈസ് ആയിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. മാസീവ് ആയിട്ടുള്ളൊരു ബൂമായിരിക്കും നടക്കാൻ പോകുന്നത്. ഇതാണ് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പം നിലവിൽ അമേരിക്ക കരുതുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇറാൻ ബ്രിക്സ് കൂട്ടായ്മയിലും കൂടിയുള്ള രാജ്യമാണ്. ഈ ഡീഡോളറൈസേഷനെതിരെയുള്ള പ്രോഗ്രാമിൽ ഏറ്റവും ആദ്യം തന്നെ ഇറാനെ അങ്ങ് തകർക്കാം എന്നുള്ളത് ഒരു അഡ്വാൻറ്റേജും കൂടിയാണ് അവർക്ക്. അതുപോലെ ചൈനയുടെ സൈഡിൽ നിന്ന് ഉണ്ടാകുന്ന ഈ ഒരു ഡോളറിനെതിരെയുള്ള പ്രഷർ, അതേപോലെ ഇസ്രായേലിനാണെന്നുണ്ടെങ്കിൽ സിറിയയിൽ അഹമ്മദ് അൽ ഷാര കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് വരുന്നത്, ഇതെല്ലാം തന്നെ ഇസ്രായേലിനെ അലട്ടുന്ന വിഷയങ്ങളാണ്. അപ്പം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരുപോലെ ആവശ്യമാണ് ഇറാനെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ രീതിയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ സിറ്റുവേഷൻസ് എല്ലാം നമുക്ക് അനലൈസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ തന്നെയാണ് നമുക്ക് റീഡ് ചെയ്യാൻ കഴിയുന്നത്. ഇനിയിപ്പം പലരും ഇത് ഇപ്പം അടിക്കും നാളടിക്കും, ഇതിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല, കുറേ നാളായി കൊണ്ടിട്ടിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം തന്നെ വെറും സ്റ്റേറ്റ്മെന്റുകൾ മാത്രമാണ്. യഥാർത്ഥത്തിൽ അവിടെ കുറച്ച് നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ആ നീക്കങ്ങൾ, അമേരിക്കയുടെ നീക്കങ്ങൾ ഡെയിലി നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇതിന്റെ ഡെവലപ്മെന്റ്സ് കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമുക്ക് ഇത് ഇങ്ങനെ അനുമാനിക്കാൻ കഴിയുന്നത്. അതേപോലെ അക്വേലിയ 2 എന്ന് പറഞ്ഞ ഒരു ടാങ്കർ ഷിപ്പ്, ഇത് കരീബിയൻ സൈഡിൽ നിന്നും വെനിസുലയിൽ നിന്ന് എണ്ണ എടുത്തുകൊണ്ട് വന്നതായിട്ടുള്ള ഡൗട്ട്. അപ്പോൾ ആ ഡൗട്ട് അമേരിക്കൻ കോസ്റ്റ് ഗാർഡ് ഇതിനെ പിന്തുടർന്ന് ഈ അക്വേലിയ 2 എന്ന് പറഞ്ഞ ഈ ഒരു ടാങ്കർ ഷിപ്പിനെ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് നേരെ ഇന്ത്യൻ ഓഷൻ വരെ എത്തി. ഇന്ത്യയുടെ സഹായം തേടി ഇന്ത്യ അതിന് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ അക്വേലിയ 2 എന്ന് പറഞ്ഞ ആ ഒരു ടാങ്കർ ഫ്ലീറ്റിനെ അമേരിക്ക സീസ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളായിട്ട് 3 ഷിപ്പുകൾ ഇതേപോലെ ഇന്ത്യ പിടിച്ചെടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ ഇറാൻ്റെ ഷിപ്പുകളാണ്. ഇറാനുമായിട്ട് ബന്ധപ്പെട്ട അതിലൊരു വിഷയമുണ്ട്, അത് നിങ്ങൾ വീഡിയോ കണ്ടവർക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം അതിപ്പോഴും ആ ഒരു റൈവൽറി അങ്ങനെ തന്നെ തുടരുകയാണ്, ഇറാനും ഇന്ത്യയും തമ്മിൽ. 8 ഇന്ത്യക്കാരെ ഇതുവരെ റിലീസ് ചെയ്യാതെ വെച്ചിരിക്കുന്ന ഇറാന്റെ നിലപാടിനെ ശക്തമായ രീതിയിൽ ഇന്ത്യ എതിർക്കുന്നുണ്ട്. ഇറാന്റെ അതിന്റെ ഭാഗമായിട്ടാണ് ഇറാന്റെ ഷാഡോ ഫ്ലീറ്റുകളൊക്കെ പിടിച്ചെടുക്കുന്നത്. അതുപോലെ ഇന്ത്യയുടെ ഫ്ലീറ്റും അവർ പിടിച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ അതിന് പകരം പിടിച്ചു വെച്ചിരിക്കുന്നത്. ഷാഡോ ഫ്ലീറ്റുകളും കൂടി ഇന്ത്യ സീസ് ചെയ്ത ഉടനെ, അത് ഇന്ത്യയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇന്ത്യ സീസ് ചെയ്തതാണ്. അത് പിടിച്ചെടുത്ത ഉടനെ വെസ്റ്റേൺ മീഡിയ എല്ലാം നറേറ്റ് ചെയ്യുന്നത് ഇന്ത്യ പൂർണ്ണമായിട്ട് വെസ്റ്റേൺ ചേരിയിലേക്ക്, അമേരിക്കയുടെ സൈഡിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഡിപ്ലോമസി എല്ലാം തന്നെ അങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ മൾട്ടിലാറ്ററൽ ഡിപ്ലോമസി എന്നാണല്ലോ പറഞ്ഞിരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അവരെല്ലാം തന്നെ ഇപ്പം ഇന്ത്യ വൺ സൈഡ്, അതായത് വെസ്റ്റേൺ അമേരിക്കൻ ചേരിയിലേക്ക് ഏറ്റവും കൂടുതൽ ചായ്വ് കാണിക്കുന്നതായിട്ടുള്ള നരേറ്റീവാണ് വെസ്റ്റേൺ മാധ്യമങ്ങളെല്ലാം എഴുതി തുടങ്ങുന്നത്. അത് അവർക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇന്ത്യ ശരിക്കും അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടേതായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഏറ്റവും പരിതാപകരമായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ക്യൂബയിലാണ്. ക്യൂബ അമേരിക്കൻ ഉപരോധത്തിൽ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാണ്. ഇന്ന് റഷ്യയുടെ എയർക്രാഫ്റ്റ് അവിടെ വന്ന് ലാൻഡ് ചെയ്തു, ക്യൂബയിലുള്ള സ്ഥിതി വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചറിയാൻ വേണ്ടി വന്ന സാഹചര്യത്തിൽ ഇവിടെ നിന്ന് റഷ്യൻ ഫ്ലൈറ്റ് വീണ്ടും തിരിച്ച് ടേക്ക് ഓഫ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വെച്ചാൽ അവിടെ ഓയിലില്ല, എയർക്രാഫ്റ്റിന് അടിക്കാനുള്ള ഫ്യൂൽ ഇല്ല. അപ്പോൾ അങ്ങനെ ഷോർട്ടേജ്. ക്യൂബ ശരിക്കും വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടുകയാണ്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഒരു ഉപരോധം. ഫ്യൂവൽ സോഴ്സ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വല്ലാത്ത ബുദ്ധിമുട്ടിൽ നീങ്ങുകയാണ് ക്യൂബ.
ക്യൂബ ട്രംപിന് അടിയറവ് പറയേണ്ടി വരും. വെനിസ്വലയ്ക്ക് അടുത്ത് ക്യൂബ ട്രംപിന്റെ കാല് പിടിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. പല സാഹചര്യങ്ങളിലും റഷ്യ ചൈനയൊക്കെ സഹായിക്കാൻ ശ്രമിക്കുന്നുവെങ്കിലും കരീബിയൻ മേഖലയിൽ അമേരിക്കയുടെ സെക്യൂരിറ്റി സർവൈലൻസ് അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഒരു തരത്തിലും ക്യൂബയെ സഹായിക്കാൻ കഴിയുന്നില്ല. ഓയിൽ കൊടുത്ത് ആ രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യാൻ കഴിയുന്നില്ല. ആ നിലയ്ക്ക് ക്യൂബ സ്ട്രഗിൾ ചെയ്യാണ്. അതുപോലെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മഹാസാഗർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി, സാഗർമാല എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. മഹാസാഗർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി ഇന്ത്യക്ക് ഉണ്ട്. ഈ മഹാസാഗർ എന്ന് പറയുമ്പോഴത്തേക്കും ആഗോളതലത്തിൽ ഗ്ലോബലി ഇൻഡോ പസഫിക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പല രാജ്യങ്ങളെയും ഇന്ത്യ ഈ കൂട്ടായ്മയിൽ ചേർക്കുകയാണ്. ശരിക്കും ഇത് കടൽ മാർഗം നടക്കുന്ന ഗതാഗതങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പദ്ധതിയാണ് മഹാസാഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മഹാസാഗർ പദ്ധതിയിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് ഈ രാജ്യങ്ങളെ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ മിഡിൽ ഈസ്റ്റിലേക്കുള്ള കടന്നുകയറ്റം, അതാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധേയമായി നോക്കി കാണേണ്ടത്. ഇതിനകത്ത് റെഡ് സീയുടെ ഏരിയയിൽ ഹോൺ ഓഫ് ആഫ്രിക്ക എന്ന് വിളിക്കുന്ന ആ പ്രദേശത്ത് ശരിക്കും സൊമാലിലാൻഡിനെ ഇസ്രായേൽ കൺട്രോൾ ചെയ്യും. അതേസമയം ഇസ്രായേൽ, UAE, ഇന്ത്യ ഒരുമിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇത് അൺഒഫീഷ്യലി പല പത്രങ്ങളിലും ഈ വാർത്ത വന്നു തുടങ്ങിയിട്ടുണ്ട്. എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് ഈ വാർത്ത ഞാൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മിഡിൽ ഈസ്റ്റിലേക്ക് റെഡ് സീ ഏരിയയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് UAE വാർത്ത ചെയ്ത സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മഹാസാഗർ പ്രോജക്റ്റിൽ UAE, ഇന്ത്യ, ഇസ്രായേൽ, സൊമാലിലാൻഡ് അതിന് വളരെ പ്രാധാന്യമുണ്ട്. ആ രീതിയിൽ റെഡ് സീ ഏരിയയിൽ ഒരു ഡോമിനേഷൻ, സെക്യൂരിറ്റി തന്നെയാണ് ഉറപ്പുവരുത്തിക്കൊണ്ട് ഈ 3 രാജ്യങ്ങളും അതിനോടൊപ്പം സൊമാലിലാൻഡിനെയും ചേർത്തുകൊണ്ട് ശക്തമായ രീതിയിൽ ഈ മഹാസാഗർ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇന്ത്യ. സെയ്ഷൽസ് എന്ന് പറഞ്ഞ രാജ്യത്തിനെ കൊളംബോ കോൺക്ലേവിൽ അംഗത്വം നൽകിക്കൊണ്ട് ആ രാജ്യത്തിന് ഏതാണ്ട് $175 മില്യൺ എയ്ഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യ. ഇത് എയ്ഡ് പാക്കേജാണ്. വാർത്തകൾ കുറേ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഇൻസൈറ്റ്സ് ഗ്ലോബൽ മലയാളത്തിൽ അപ്ഡേറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.